നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി FIUGP നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. FIUGP നടപ്പിലാക്കിയപ്പോൾ അതിന് യാതൊരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ കൂടാതെയാണ് FIUGP നടപ്പിലാക്കിയത്. അതിൻ്റെ പ്രയാസങ്ങൾ വിദ്യാർത്ഥികളും അതുപോലെ സ്ഥാപനങ്ങളും അധ്യാപകരും എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം FIUGPയുടെ സമഗ്രമായ ഒരു പരിശോധന, അതിൻ്റെ ഒരു റിവിഷൻ, അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി എന്തൊക്കെ പരിഷ്കരണങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാനായിട്ട് നമ്മളൊരു ടീമിനെ നിയോഗിക്കുകയാണ്. ആ ടീം നിയോഗിച്ച് നമുക്ക് ലഭിക്കുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ FIUGP നമ്മൾ പരിഷ്കരിക്കും. അതുപോലെ തന്നെ നമുക്ക് സിലബസിൻ്റെ കാര്യത്തിലായാലും കോഴ്സുകളുടെ കാര്യത്തിലായാലും ഒക്കെ നൂതനമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മന്ത്രിയെ വന്നതിന് ശേഷം നമുക്ക് നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് പുതിയ കോഴ്സുകൾ തുടങ്ങാനായിട്ട് ഉള്ള അനുമതിക്കായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് പരിശോധിച്ച് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കോഴ്സുകളാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന കോഴ്സുകളാണ്. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന കോഴ്സുകൾക്ക് യാതൊരു തടസ്സവും കൂടാതെ എത്രയും വേഗം അത് അനുവദിച്ച് അത് ഈ അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തുറന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനോടകം തന്നെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ഇടയിൽ തന്നെ നിരവധി കോളേജുകൾക്ക് നിരവധിയായിട്ടുള്ള പുതിയ കോഴ്സുകൾ തുടങ്ങാനുള്ള അനുമതി, അതിനുള്ള സൗകര്യം നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ഇനിയും മുന്നോട്ട് മറ്റ് സ്ഥാപനങ്ങൾക്കായാലും അത്തരത്തിൽ വരുമ്പോൾ ഒരു തുറന്ന സമീപനമായിരിക്കും ഉണ്ടാവുക. മാനദണ്ഡങ്ങളൊക്കെ പാലിക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ വരുന്ന ആളുകൾക്ക് എന്തും കൊടുക്കുന്നല്ല. അതിന് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ മാനദണ്ഡങ്ങളുണ്ട്, നമ്മുടെ AICTEയുടെയും UGCയുടെയും ഒക്കെ ആയിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വരുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ കോഴ്സ് കൊടുക്കാനുള്ള അനുമതി നമ്മൾ നൽകുകയാണ്. അപ്പോൾ അങ്ങനെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. നമുക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച് നമ്മൾ നിരവധി കോളേജുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജില്ലയിൽ ഏതോ ഉണ്ടെന്നുള്ള എനിക്കിപ്പോൾ ലിസ്റ്റ് ചെക്ക് ചെയ്യാതെ പറയാൻ കഴിയില്ല. നമുക്ക് വിദേശ സർവകലാശാലയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ ഇതൊക്കെ നയപരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ നിയമസഭയിൽ ഡിസ്കസ് ചെയ്യുകയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബില്ല് വന്നപ്പോൾ നമ്മൾ ഉൾപ്പെടെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് നമുക്ക് അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാലും ഇൻ പ്രിൻസിപ്പിൾ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ നമ്മൾ എഗ്രി ചെയ്യുകയും ബില്ലിലെ ചില ക്ലോസുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് അന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അത് നമ്മൾ അനുകൂലമായിട്ടുള്ള നിലപാടാണിത്. വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ നയപരമായ തീരുമാനമാണ്. പക്ഷേ നമ്മൾ തുറന്ന മനസ്സാണ് അതിനുള്ളത്. UDF അത് ചർച്ച ചെയ്ത് അതിനകത്തൊരു തീരുമാനം ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അതിനെ സംബന്ധിച്ചും തുറന്ന സമീപനമാണ്. കാരണം നമുക്കിന്ന് നമ്മളൊരു ഒരു ഗ്ലോബൽ സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാതെ, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി നമ്മൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ലോക പ്രക്രിയയിൽ നമ്മൾ പുറകോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പൊതുവായിട്ടുള്ള സമീപനം. സംവരണ തത്വങ്ങളൊക്കെ പാലിക്കപ്പെടണമല്ലോ. അത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകളാണ്. അത് മാത്രവുമല്ല, നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഏതൊരു മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും അവിടെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം, പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ബില്ലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നമ്മൾ തയ്യാറാക്കും. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരുമായിട്ട് ചർച്ച നടത്താമെന്നും ഈ എതിർകക്ഷിയായിട്ടുള്ള ശങ്കരൻ നായരുടെ കുടുംബവുമായിട്ട് സംസാരിച്ച് ഇത് കോടതിക്ക് പുറത്ത് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. സെറ്റിൽമെന്റ് എന്താണ്, വ്യവസ്ഥ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ള ചർച്ചകൾ നമ്മൾ നടത്തുന്നു. നമ്മൾ കൂട്ടരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ സെറ്റിൽമെന്റിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കും എന്നുള്ളതാണ്. ആ ശ്രമം തന്നെയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നലെയും അവരുമായിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം നമ്മൾ കൂട്ടരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മളിതിനകത്ത് അന്തിമ തീരുമാനം ഉണ്ടായി എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരെ പുനരധിവസിക്കാൻ, ആവശ്യമായി വന്നാൽ ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ 100% തയ്യാറാണ് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ കാര്യം നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ്.
നമ്മളവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കാരണവശാലും പാരിയത്തുകാവിലെ ആ കുടുംബങ്ങളെ പെരുവഴിയിലാക്കാനായിട്ട് സർക്കാർ തയ്യാറാവില്ല. ഇതിനു മുമ്പ് വർഷങ്ങളായി നടക്കുന്ന ഒരു കേസാണ്. ഇതിനു മുമ്പ് ഒരു ഗവൺമെന്റും അത്തരത്തിലൊരു നിലപാട് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിലോ ഇത് കോടതിക്ക് പുറത്തു വെച്ച് ഇതിൻ്റെ ഒരു തീരുമാനം, ഒരു തീർപ്പുണ്ടാക്കാനോ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനോ ഒന്നും ഇതിനു മുമ്പുണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ ദിവസം ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ ദിവസം ഉയർന്നു വന്ന ഒരു പ്രശ്നത്തിൽ തന്നെ ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഈ ചർച്ചകൾ നടത്താനായിട്ട് എന്നെ ചുമതലപ്പെടുത്തി. ഞങ്ങൾ അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള പുരോഗതിയുണ്ട്. അത് നമുക്ക് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് രണ്ടാം ദിവസം അടിച്ചു എന്നുള്ളതല്ല, അവർ എത്രയോ തവണ 14 തവണ അവിടെ പോലീസ് ഇവരെ അഡ്വക്കേറ്റ് കമ്മീഷണറുമായിട്ട് ഇവരെ ഒഴിപ്പിക്കാനായിട്ട് അവിടെ പോയിട്ടുണ്ട്. 14 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ കാലത്ത് ഇത് UDF ഗവൺമെന്റ് വന്നതിന് ശേഷം പോയത് 15ാമത്തെ തവണയാണ്. അപ്പോൾ ഇതാദ്യമായിട്ടല്ല പോലീസ് അവിടെ പോകുന്നത്. അതിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അവിടെ അത്തരത്തിലൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ ഈ വസ്തുവിലേക്ക് വഴിയില്ല എന്നും അതുപോലെ തന്നെ അവിടെ കൃത്യമായിട്ടല്ല നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ല ഇത് ചെയ്യുന്നതെന്നൊക്കെയുള്ള തരത്തിലുള്ള പരാതികളാണ് വന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളും. അത് പറഞ്ഞല്ലോ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് ആ പരാതിയിൽ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാവും.